ഹായ് ഓൾ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഈ കാണിച്ചേക്കുന്ന ഫ്രോക്കിൻ്റെ ഡിസൈനാണ്. ബേബിയുടെ ഫ്രോക്കാണ്. മോം ഡോട്ടർ കോംബോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ മുമ്പേ ചെയ്ത ഫ്രോക്കായിരുന്നു, അതിൻ്റെ വീഡിയോ ഇല്ല. ഇത് കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ അതേ മെത്തേഡാണ്, യോക്ക് പോർഷനിൽ പ്ലീറ്റ്സ് എടുത്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഇതിലും ചെയ്യുന്നത്. ഇത് കുഞ്ഞിൻ്റെ 2 വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എൻ്റെ അതേ പാറ്റേൺ, അതേ നെറ്റിൻ്റെ ഫാബ്രിക്കിൽ ഉള്ളിൽ സാറ്റിൻ ക്ലോത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സാറ്റിൻ ക്ലോത്ത് യെല്ലോ കളറ് ഞാൻ കാണിക്കുന്ന മെഷർമെൻറ്റ്സ് എടുക്കുക. മെഷർമെൻറ്റ്സ് ഇതിലെടുക്കേണ്ട. ഉള്ളിൽ ഞാനൊരു ലൈനിങ് കൊടുക്കുന്നുണ്ട്, ഒരു വൈറ്റ് കളർ കോട്ടൻ്റെ, കുഞ്ഞിന് മേത്തൊന്നും നെറ്റൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ മെഷർമെൻറ്റ് കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ മെഷർമെൻറ്റ്സ് എടുക്കണ്ട. എന്നാൽ ആ നെക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് മാർക്ക് ചെയ്തത്. കാരണം നെക്കിൻ്റെ അവിടുന്ന് 2 സൈഡിലേക്കും പ്ലീറ്റ്സ് ഇങ്ങനെ നെറ്റ് എടുത്തിട്ട് ഇങ്ങോട്ടേക്കുള്ള പ്ലീറ്റ്സ് ഇങ്ങനെയും അപ്പുറത്തുനിന്ന് വേറെ നെറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് വേറെ പ്ലീറ്റ്സ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് ആ സെൻറ്റർ നെക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നെക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ നെറ്റ് എടുത്തു. നെറ്റ് നമ്മൾ സാറ്റിൻ ക്ലോത്ത് ഈ യോക്ക് പോർഷനിൽ എടുത്തേക്കുന്ന വീതിയിൽ നിന്നും അതിൻ്റെ ഇരട്ടി ഡബിളായിട്ട് എടുക്കുക. ഇരട്ടിയുടെ കൂടുതലുണ്ടെങ്കിൽ കൂടുതലെടുക്കുക, ഇരട്ടിയെങ്കിലും വേണം, എന്നാലേ നമുക്ക് പ്ലീറ്റ്സ് ഇങ്ങനെ ഒരുപാട് കിട്ടും. അപ്പോൾ അത്രയും എടുത്തിട്ട് ഞാനത് ഒരു സൈഡിൽ മാത്രമാണ് ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തത്, അത്രയും നെറ്റിൽ. എന്നിട്ട് എക്സ്ട്രാ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ വീണ്ടും വേറെ നെറ്റ് എടുത്തിട്ട് സെയിം ഇതേ മെത്തേഡിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പ്ലീറ്റ്സ് പിടിക്കുക. അപ്പോഴായിരിക്കും കാണാൻ ഭംഗിയുണ്ടാവുക. ഒരേ സൈഡിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ടേക്കും തിരിച്ചും ഇതുപോലെ നെറ്റ് മടക്കി മടക്കി പ്ലീറ്റ്സ് എടുത്തെടുത്ത് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിൻ ചെയ്ത് കൊടുത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ നെറ്റ് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റൂ. ഇത് താഴേക്കുള്ള പോർഷന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ്. അതിൻ്റെ ജസ്റ്റ് മെഷർമെൻറ്റ്സ് ഒന്ന് കാണിക്കുകയാണ്. ഇറക്കവും വീതി കുറച്ചുകൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നെറ്റ് നല്ല വീതിയിൽ എടുക്കുന്നുണ്ട്, നെറ്റിൽ ഒരുപാട് പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ലൈനിങ് വെക്കുന്നുണ്ട്, യെല്ലോ കളർ ലൈനിങ് വെക്കുന്നുണ്ട്. ഏത് കളർ വേണോ കൊടുക്കാം. അപ്പോൾ ഉള്ളിൽ ലൈനിങ്ങും പിന്നെ സാറ്റിൻ, പിന്നെ അതിൻ്റെ പുറത്ത് നെറ്റ്, അങ്ങനെയാണ് ചെയ്യുന്നത്. താഴെ മുകളിലും സെയിം മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലീറ്റ്സ് കൊടുത്ത സൈഡിൽ നിന്നും നമ്മൾ 4 സൈഡും ജോയിൻ ചെയ്തെടുക്കുക. ഈ നെറ്റ് സാറ്റിനിലേക്ക് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടി പിന്നെ റിമൂവ് ചെയ്യുമ്പോൾ പ്ലീറ്റ്സ് നമ്മൾ എടുത്ത് വെച്ച പ്ലീറ്റ്സ് പോകാതെ നോക്കുക. അതുകൊണ്ട് ഈ പിൻ ചെയ്ത് വെച്ചത് കുറച്ചുകൂടെ ഉള്ളിലേക്ക് വേണമെങ്കിലും പിൻ ചെയ്യാം. നമുക്ക് കറക്റ്റ് എൻഡിൽ കൂടെ, സാറ്റിൻ്റെ എൻഡിൽ കൂടെ വേണം സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. സാറ്റിൻ്റെ എടുത്തേക്കുന്നത് കറക്റ്റ് മെഷർമെൻ്റ് ആണല്ലോ, അതിൻ്റെ എൻഡിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പിന്നെ റിമൂവ് ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ ഉള്ളിലേക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ റിമൂവ് ചെയ്ത് എല്ലാ സൈഡും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പുറത്തെ താഴേക്കുള്ള ഭാഗം 4 സൈഡും ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ മുകളിലേക്ക് നിൽക്കുന്ന സൈഡിലേക്കൊക്കെ നിൽക്കുന്ന നെറ്റ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അവിടെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് യോക്ക് കിട്ടും. അപ്പോൾ യോക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള ഫ്രോക്സ് ചെയ്യുന്നത് ഈ മെത്തേഡിലാണ്. ഇതുപോലെ നമുക്ക് നെറ്റ് വേണമെങ്കിൽ വേറെ ഡബിൾ കളർ നെറ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. 2 സൈഡിൽ 2 യോക്കിൻ്റെ 2 സൈഡിൽ 2 കളർ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ഒരേ കളറാണ് ചെയ്യുന്നത്. പ്ലീറ്റ്സ് മാക്സിമം കൊടുത്തിട്ടുണ്ട്. മുകളിൽ പിൻ ചെയ്ത് വെച്ച പോലെ തന്നെ താഴെയും പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ മുകളിൽ പ്ലീറ്റ്സ് പിടിച്ചതുകൊണ്ട്, പ്ലീറ്റ്സ് ഓൾറെഡി അറ്റാച്ച് ചെയ്തതുകൊണ്ട് താഴെ നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചെടുക്കാൻ പറ്റും. എന്നാൽ പിടിച്ച് ഇതുപോലെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു യോക്ക് ചെയ്യുന്നതിന് മാത്രമാണ് കുറച്ച് നമുക്കൊരു ടൈം എടുക്കുന്നത്. നെറ്റായതുകൊണ്ട് നമ്മൾ പിടിച്ച് വെക്കുന്ന പോലെ കറക്റ്റ് ഇരിക്കണം. പിടിച്ച് വെച്ച് അപ്പം തന്നെ പിൻ ചെയ്ത് പോവുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഇതുപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ സൈഡ്സിലുള്ളതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നെറ്റ് എക്സ്ട്രാ കൂടുതലെടുത്താലും കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
പ്ലീറ്റ്സ് നന്നായിട്ട് എടുക്കാൻ നോക്കുക. എന്നിട്ട് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യോക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ലൈനിങ്ങിലാണ് നമ്മൾ മെഷർമെൻറ്റ്സ് അനുസരിച്ച് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുവാണ്. ഞാൻ ഫ്രണ്ട് ആദ്യമേ ഞാൻ കാണിച്ചു, സാറ്റനിൽ സെയിം ആണ് എടുക്കുന്നത്. 4 വെച്ചിട്ട്. ഇത് 2 വയസ്സായ കുഞ്ഞിൻ്റെയാണ്. അപ്പോൾ ഫ്രണ്ട് നെക്കാണ് ചെയ്യുന്നത്. 3 ഇഞ്ച് ഇറക്കത്തിൽ വി നെക്ക് പോലെ ചെയ്യുവാണ്. സൈഡൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒന്ന് വി നെക്ക് ചെയ്തിട്ട് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. നെക്കിൻ്റെ അകലം ഞാൻ 2.5 എടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഇത് ബാക്ക് നെക്ക് ഞാൻ കുറച്ച് കൂടുതൽ ഇറക്കുന്നുണ്ട്. ബാക്കിൽ ഓപ്പണോ സിബ്ബോ ഒന്നും കൊടുക്കാതെ ഒരു വി നെക്ക് താഴേക്ക് വരെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് കൂടുതൽ ഇറക്കുന്നതുകൊണ്ട് നെക്ക് കൂടുതൽ വൈഡ് ആക്കുന്നില്ല. ഒരു 2 ഇഞ്ചൊക്കെ എടുക്കുന്നുള്ളൂ. 2.2 അങ്ങനെയൊക്കെ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് മാത്രം അറ്റാച്ച് ചെയ്ത് എടുക്കുക. ലൈനിങ് ഇതുപോലത്തെ ഒരു കോട്ടൺ ഫാബ്രിക് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഉള്ളിൽ പോകുന്നതുകൊണ്ട് അറിയില്ല, വൈറ്റ് കളർ ആയതുകൊണ്ട് അറിയില്ല. എന്നിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പ്ലീറ്റ്സ് ജസ്റ്റ് ഉള്ളിൽ മടങ്ങിയിരിക്കുന്നുണ്ടോ എന്ന് നോക്കി വേണം ജോയിൻ ചെയ്യാനായിട്ട്. ഇത് സ്ലോ ആയിട്ട് ചെയ്യണം, കൂടുതൽ പെട്ടെന്ന് ചെയ്യേണ്ട, പതിയെ ചെയ്താൽ മതി. അപ്പോഴായിരിക്കും നമുക്ക് പ്ലീറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് തന്നെ നോക്കി ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇളക്കിയിട്ട് വെക്കാൻ നെറ്റ് ചിലപ്പോൾ കീറാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സൈഡ്സ് കട്ട് ചെയ്ത് മറിച്ചിടുമ്പോൾ നമുക്ക് യോക്ക് പോർഷൻ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാ സൈഡും ജോയിൻ ചെയ്യുക, താഴെ ഭാഗം മാത്രം ചെയ്യുന്നില്ല, മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഞാൻ ഈ യോക്ക് ചെയ്യുന്നതും ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. യോക്ക് ചെയ്യുന്നത് സെപ്പറേറ്റ്, പിന്നെ ഫ്രില്ല് ചെയ്യുന്നത്, അങ്ങനെ ബെൽറ്റ് ചെയ്യുന്നതൊക്കെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുമിച്ച് ഫുൾ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. കണ്ടോ, നമുക്ക് യോക്ക് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ബാക്ക് പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് സാറ്റനിൽ. ഇതും നെക്ക് മനസ്സിലാവാനാണ് ജസ്റ്റ് സാറ്റനിൽ മാർക്ക് ചെയ്യുന്നത്. ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ജസ്റ്റ് നെക്കിൻ്റെ ഇറക്കം ഞാനൊരു 5 ഇഞ്ചൊക്കെ ബാക്ക് നെക്ക് ഇറക്കുന്നു. യോക്കിൻ്റെ ഏതാണ്ട് താഴെ വരെ ഇച്ചിരി ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഒന്ന് വിട്ടേക്കുക. എന്നിട്ട് 1 ഇഞ്ചൊക്കെ വിട്ടിട്ട് ബാക്കി നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ നെക്ക് അകലം കൂടുതൽ എടുക്കാതെ വി നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഊരിയൊന്നും പോകുന്ന പോലെ ഉണ്ടാവില്ല. ഇങ്ങനെയാണ്, കണ്ടോ. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ നമ്മുടെ സാറ്റിനിലേക്ക് നെറ്റ് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ പ്ലീറ്റ്സ് എടുത്തിട്ട് ഈ ഫാബ്രിക് ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പ്ലീറ്റ്സ് ഇതിന് കുറച്ച് കുറവെടുത്താൽ മതി. ഞാൻ ബാക്കിൽ കുറച്ച് കുറവാണ് എടുത്തത്. ഇല്ലെങ്കിൽ ബാക്കിൽ പ്ലീറ്റ്സ് എടുക്കാതെയും ചെയ്യാം. വെറുതെ പ്ലെയിൻ നെറ്റ് സാറ്റനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഞാൻ കുറച്ച് പ്ലീറ്റ്സ് എടുക്കുന്നുണ്ട് ബാക്കിൽ. വി നെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്ലീറ്റ്സ് കുറച്ചുണ്ടെങ്കിൽ ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചു. പ്ലീറ്റ്സ് ഇല്ലാതെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ സെയിം ഫ്രണ്ടിൽ ചെയ്ത അതേ മെത്തേഡാണ് ബാക്കിലും ചെയ്യേണ്ടത്. കുറച്ച് പ്ലീറ്റ്സിൻ്റെ എണ്ണം കുറച്ച് കുറവ് ആണെന്നുള്ളൂ. സെയിം മെത്തേഡിൽ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കുക. പിൻ ചെയ്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. 4 സൈഡും അറ്റാച്ച് ചെയ്തെടുത്തിട്ട് എക്സ്ട്രാ വരുന്ന നെറ്റെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇങ്ങനെയാണ് ചെയ്യുന്നത് സെയിം മെത്തേഡിൽ. പക്ഷേ ഞാനിങ്ങനെ ചെയ്തപ്പോൾ നെക്ക് നന്നായിട്ടിരിക്കുന്നുണ്ട്, ഉതിർന്നു പോകുന്നതല്ല, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഒരു 2 ഇഞ്ചൊക്കെ വേണമെങ്കിൽ കയറ്റിയിട്ടും നെക്ക് കട്ട് ചെയ്യാം. 2 ഇഞ്ച് കുറച്ചെടുത്താലും മതി. എന്നാൽ തന്നെയും തല ഉള്ളിലേക്ക് പോകുന്നുണ്ട്, അത്രയും വൈഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നെക്കിൻ്റെ പോർഷനെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇവിടെ പ്ലീറ്റ്സ് എല്ലാം നമ്മൾ കറക്റ്റാണോ എന്ന് നെക്കിൻ്റെ അവിടെ വരുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. നെക്കിൻ്റെ അവിടെ സ്റ്റിച്ച് കൊടുക്കുന്ന സ്ഥലത്ത് സെൻറ്റർ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. ഇങ്ങനെ എൻഡ് വരെയും നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് സെയിം ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ
ഇവിടെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ നെക്കിൻ്റെ അവിടെ നെറ്റിൽ ഒരു സാറ്റൻ മാത്രം വെച്ചിട്ടൊരു പൈപ്പ് കുറച്ച് വീതിയിൽ കൊടുക്കാം, കുറച്ച് തിന്നായിട്ടും കൊടുക്കാം. ഞാൻ കുറച്ച് വീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭംഗിയായിരിക്കും. വേണമെങ്കിൽ അവിടെ നമുക്കൊരു സാറ്റൻ വെച്ച് തന്നെ ഒരു ബോയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനത് വെച്ചിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ആ ജോയിൻ ആ വി നെക്കിൻ്റെ ആ കർവ് വരുന്ന ആ സ്ഥലത്ത്, വി ഷേപ്പ് വരുന്ന ആ സ്ഥലത്ത് ബോയും ഇത് വെച്ചിട്ട് ആഡ് ചെയ്ത് ഉണ്ടാക്കി വെക്കാം. പിന്നെ ഇതുപോലെയാണ് പൈപ്പിങ്. ജസ്റ്റ് നല്ല വശം വെച്ചിട്ട് അടിച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് കുറച്ച് വീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. അതിന് മുന്നേ താഴേക്കുള്ള പോർഷനിലും കൂടെ ജസ്റ്റ് നെറ്റ് അറ്റാച്ച് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഞാൻ സാറ്റിൻ എടുത്ത മെഷർമെൻറ്റ്സ് കാണിച്ചായിരുന്നു, വീതിയിലും നീളത്തിലും. വീതി കുറച്ചുകൂടെ സാറ്റിൻ എടുത്താലും കുഴപ്പമില്ല, നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കൂടുതൽ നെറ്റാണ് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നത്. സാറ്റിനിൽ പ്ലീറ്റ്സ് കുറച്ചാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ സാറ്റിനിൻ്റെ ഉള്ളിൽ യെല്ലോ കളർ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ നല്ല നീളത്തിൽ നമ്മൾ നെറ്റ് എടുത്ത് കുറേ പ്ലീറ്റ്സ് ഇങ്ങനെ കൊടുത്ത് അറ്റാച്ച് ചെയ്തെടുക്കുക. ബാക്ക് സെപ്പറേറ്റ്, ഫ്രണ്ട് സെപ്പറേറ്റ് ആണ് നെറ്റ് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ടാണ് ഞാൻ യോക്കിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. യോക്കിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ എക്സ്ട്രാ സാറ്റിനിൽ വരുന്ന ഫാബ്രിക് താഴേക്ക് വരുന്ന പോർഷനിലുള്ളത് പ്ലീറ്റ്സ് എടുത്ത് കൊടുത്ത് ചെയ്യുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക ഓരോ പ്ലീറ്റ്സ് വെച്ച്. അപ്പോൾ മറ്റേ എൻഡ് വരെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ താഴെ നെറ്റിൻ്റെ താഴെയായിട്ട് ഒരു ഫ്രില്ല് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രില്ല് വെക്കുന്നതിൻ്റെ ഷോർട്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഫ്രിൽസ് ആക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ട് അത് ഉണ്ടാക്കിയിട്ട് നെറ്റിൻ്റെ ഫാബ്രിക്കിൽ തന്നെ അതാക്കിയിട്ട് വേറൊരു നെറ്റ് കുറച്ചുകൂടെ ഈ നെറ്റിൽ ഒരു ലെയർ നെറ്റ് കൂടെ കൊടുക്കുക. അപ്പോൾ ഒരു ലെയർ നെറ്റിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് സെക്കൻഡ് നെറ്റിലാണ് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ വീഡിയോ ഞാൻ ഫ്രില്ലിൻ്റെ വീഡിയോ ഷോർട്സിലുണ്ട്. ഫ്രില്ല് അറ്റാച്ച് ചെയ്യുന്നത് ഇതിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫ്രില്ല് കൂടെ ജോയിൻ ചെയ്ത് ഫ്രില്ലിൻ്റെ നെറ്റ് കൂടെ ഈ ഫ്രണ്ട് പോർഷനിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ആണ് ഞാൻ ഒരു ബാക്കും ഫ്രണ്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ തന്നെ ഈ നെറ്റ് അറ്റാച്ച് ചെയ്യുന്ന ആ സ്ഥലത്ത് ബെൽറ്റിൻ്റെ പോർഷനിൽ ഒരു ബെൽറ്റ് കൊടുക്കുന്നുണ്ട്. അതിലൊരു ഹാൻഡ് എംബ്രോയ്ഡറിയും ചെയ്യുന്നുണ്ട്. അതും ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ആ ബെൽറ്റിൻ്റെ വീഡിയോ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്.
ഫ്രോക്കിൻ്റെ ബെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളർ സാറ്റിൻ ക്ലോത്ത് ജസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൊരു ലൈൻ കൊടുത്തു. അവിടുന്ന് താഴേക്ക് മടക്കി വെച്ച് ബെൽറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ആ ലൈനിൻ്റെ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഡിസൈൻ ചെയ്താൽ മതി. ഇത് എംബ്രോയ്ഡറി ത്രെഡ് തന്നെയാണ്. അതിൻ്റെ ഒരു സ്ട്രാൻഡ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. എംബ്രോയ്ഡറി ത്രെഡ് നല്ല തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കുത്തിയെടുത്തിട്ട് അതിലേക്ക് 2 ബീഡ്സ് കൊടുക്കുകയാണ്, വൈറ്റ് കളറ്. എന്നിട്ട് ഒരെണ്ണം ആ സൈഡിൽ വെച്ചിട്ട് മറ്റേ ബീഡ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കുത്തി താഴേക്ക് ഇറക്കിയിട്ട് വീണ്ടും കുറച്ച് സെൻറ്ററിൽ കൂടെ മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ്. അപ്പം ആ ബീഡ്സ് 2 സൈഡിലായിട്ട് വരും. അപ്പോൾ ഒരു പെറ്റൽസ് പോലെ ഇങ്ങനെ 2 സൈഡിലായിട്ട് ബീഡ്സും സെൻറ്ററിൽ ആ ഒരു വൈ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ബാക്കിലേക്ക് കുത്തി താഴേക്ക് വീണ്ടും ഇറക്കുക. അപ്പോൾ ഈ വൈ ഷേപ്പിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇത് നല്ല ഭംഗിയായിരിക്കും. ഇത് താഴെ മാത്രമാണ് ഈ ഡിസൈൻ ചെയ്തത്. ആ ലൈന് സെൻറ്ററിൽ നമ്മൾ ഹാഫായിട്ട് സാറ്റിൻ സ്പ്ലിറ്റ് ആയില്ലേ, അവിടുന്ന് താഴേക്ക് മാത്രമാണ്. മുകൾ പാട്ട് നമുക്ക് മടക്കി വെക്കാനാണ്. അത് ബാക്ക് സൈഡായിട്ട് നമ്മുടെ ബെൽറ്റിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് ഡിസൈൻ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ല വശം ഉള്ളിലേക്ക് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സൈഡിൽ എക്സ്ട്രാ വരുന്ന ഫാബ്രിക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഉൾവശം പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് തയ്യലെല്ലാം ഉള്ളിലേക്ക് പോയിട്ട് കറക്റ്റായിട്ട് ബെൽറ്റിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ അതൊന്ന് സാറ്റിൻ ആയതുകൊണ്ട് കുറച്ച് നീങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് കറക്റ്റായിട്ട് ആ ഷേപ്പിൽ സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് താഴെ മാത്രം കൊടുക്കുന്നുണ്ട്. മുകളിലും വേണമെങ്കിൽ കൊടുക്കാം, താഴെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ബെൽറ്റ് ശരിയായിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ സെൻറ്ററിൽ ആ യോക്കും താഴ്ഭാഗവും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഈ ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. 2 എൻഡ് മാത്രം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഫ്രണ്ട് പോർഷനിലാണ് ചെയ്യുന്നത്. ബാക്ക് പോർഷനുമായിട്ട് നമ്മുടെ ഫ്രോക്കിൻ്റെ ബാക്ക് പാർട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല. ബെൽറ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് ബാക്കും ഫ്രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഈ ബെൽറ്റ് എൻ്റെ സെൻറ്റർ പോർഷനിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ താഴേക്ക് ഇങ്ങനെ ചിലപ്പോൾ ബീഡ്സിൻ്റെയൊക്കെ വെയിറ്റ് കൊണ്ട് താഴേക്കൊന്ന് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ത്രെഡ് വെച്ചിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് 1-2 സ്റ്റിച്ച്, ഒരു എൻഡിൽ ഒരു സ്റ്റിച്ച്, പിന്നെ സെൻറ്ററിലൊന്ന്, പിന്നെ 2-3 സ്റ്റിച്ച്, അങ്ങനെ ഒരു നൂല് കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ ഫ്രോക്കിൻ്റെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റ് എൻഡ് നമ്മൾ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്ക് പോർഷൻ, ബാക്ക് നെക്ക് കുറച്ചുകൂടെ, ഷോൾഡർ കുറച്ചുകൂടെ കയറ്റി ജോയിൻ ചെയ്താലും കുഴപ്പമില്ല. കാരണം ബാക്ക് പോർഷൻ നമുക്ക് നല്ല ഇറക്കത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല ഗ്യാപ്പുണ്ട്. അപ്പോൾ വൈഡായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ബോഡി പോർഷൻ നെറ്റ് സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, നമ്മുടെ സാറ്റിൻ സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു യെല്ലോ കളർ ഫ്രോക്കിൽ ആ ഗ്രീൻ കളറും വൈറ്റ് കളറ് പേളും കൂടെ വെച്ചിട്ടുള്ള ആ ഒരു എംബ്രോയ്ഡറി ചെയ്ത ബെൽറ്റ് കൂടെ അറ്റാച്ച് ചെയ്തപ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ ഫ്രോക്കിൻ്റെ. ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ഡ്രസ്സസിൻ്റെ ഡിസൈനിങ് വീഡിയോസ് ഞങ്ങളുടെ ചാനലിലുണ്ട്, കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.